ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മുഫീദ നൂഫൽ ഫ്രം മൈ ഫാഷൻ. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ്, ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെയുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ഓരോ വർക്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രോക്കിൽ നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സും ഡിഫറെൻ്റ് ആണ്. ഓരോ ടൈപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതൊരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ്, ഇതൊരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. ഇത് കണ്ടോ, ഇതൊരു ഓർഗൻസ സാറ്റിൻ ഫാബ്രിക്, ആ ഒരു ടൈപ്പിലുള്ള ഫാബ്രിക്കിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫാബ്രിക് മാറുന്നതനുസരിച്ച് നമ്മൾ എടുക്കുന്ന സൈസിനനുസരിച്ചൊക്കെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഒന്നുകിൽ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്ത്. ഇതിൽ ഞാൻ കുറച്ച് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. സാറ്റിൻ ഫാബ്രിക്കിലാണ് കൂടുതലും ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക്കിലും ചെയ്യാറുണ്ട്. നെറ്റ് ഫാബ്രിക്കിലൊക്കെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് ഷേപ്പിലാണുള്ളത്. നമ്മൾ ഇത് ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. ഇത് ഞാനൊരു ഹെയർ ആക്സസറീസ് ആയിട്ടാണ് ഒരു ടിക് ടാക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെയർ ആക്സസറീസാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലവർ പോലെ തന്നെ, അതിലൊരു റോസ് ഫ്ലവർ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രോക്കിലേക്കൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒന്നും കൂടെ പരത്തിയിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഹെയർ ആക്സസറീസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്, ഹെയറിലേക്ക് വേണ്ടിയുള്ളൊരു. ഇത് ഞാൻ ഈ ക്രേപ്പ് ഫാബ്രിക്കിലൊന്ന് ചെയ്ത് നോക്കിയാണ്. ഇതുപോലെ കുറേ സാമ്പിളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു എക്സാക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ ഹാൻഡ് സ്റ്റിച്ചിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സൂചി നൂലൊക്കെ ആദ്യം ഒന്ന് കോർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം 3 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ലെങ്ത്തും വരുന്നൊരു ഫാബ്രിക് ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഫാബ്രിക് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ അത് ഫോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്താലാണ് നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സ് കിട്ടുക. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറും. അതിനുശേഷം ഞാനിവിടെ നൂല് സൂചി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ മാക്സിമം ഷേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാം. നമ്മൾ ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ B7000 ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ലൈഫ് ഉണ്ടാവില്ല അതിന്. അല്ലെങ്കിൽ നമ്മളത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഫാൻസി ഡ്രസ്സിലൊക്കെ കാണുന്നില്ലേ, അതുപോലത്തെ ആയിരിക്കും. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങോട്ട് പറഞ്ഞു വരും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ട്രയൽ ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ എനിക്ക് കുറച്ചും കൂടെ ഭംഗി ഈ ഫ്ലവറായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഹെയർ ആക്സസറീസിലൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രോക്കിലൊക്കെ ചെയ്യുന്നെങ്കിൽ മറ്റേതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. നല്ല ഒരുപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലുള്ള ഫ്ലവേഴ്സ് ആണ് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ഫാബ്രിക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തിനനുസരിച്ചിട്ട് ഷേപ്പ് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഈ 2 ഫ്ലവേഴ്സും ഞാൻ ഒരേ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ വീതി എടുത്തിട്ടുള്ളതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ക്രോസ് ആയിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം. എനിക്ക് ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഇത് കിട്ടിയിട്ടേ ഇല്ല. ഈ ഒരു ഷേപ്പ് ഞാൻ ഒരുപാട് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രോസ് കട്ട് അല്ലാതെ സ്ട്രെയിറ്റ് കട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു ലെവൽ എങ്ങനെയും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ക്രോസ് കട്ട് ചെയ്ത് നോക്കി. പിന്നെ വീതി കുറച്ചിട്ടും വീതി കൂട്ടിയിട്ടൊക്കെ ചെയ്ത്, പിന്നെ നമ്മൾ ചെയ്ത് ചില നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ഇതിൻ്റെ ഒന്നും പാറ്റേൺസ് ഒന്നും കട്ട് ചെയ്ത് വെക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിതിൻ്റെ വീഡ്ത്ത് ലെങ്ത്ത് എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകും. നമ്മൾ ഒരു ടൈം ചെയ്തിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഇതെങ്ങനെയാണ് നമ്മളന്ന് ചെയ്തതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെങ്ങനെയാണ് ചെയ്തതെന്ന് കുറേ ചിന്തിച്ച് പിന്നെ അങ്ങനെ ക്രോസ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം ഞാൻ കുറേ ട്രയൽ ചെയ്തിട്ട് ഇന്ന് ആദ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വീഡിയോ ഓണാക്കുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ടാകും. അതേ ഒരു അവസ്ഥയായിരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കി. വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കറക്റ്റായിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ കുറേ ട്രയൽ ചെയ്ത് നമുക്ക് ലാസ്റ്റ് ആ ഷേപ്പ് ഏകദേശം കിട്ടി. ഞാൻ ഓക്കെ ആക്കി. പിന്നെ ഞാൻ എപ്പോഴും ഹാൻഡ് സ്റ്റിച്ചാണ് കൊടുക്കൽ. അതൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഗണ്ണെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വേഗം പൊട്ടിപ്പോകും. നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും. എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ ഗ്ലൂ ഗണ്ണ് അല്ലെങ്കിൽ B7000 മാത്രം യൂസ് ചെയ്തിട്ടുള്ള സമയത്ത് ആക്സസറീസ് വേഗം പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ
അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് ബാക്കിയൊക്കെ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായി ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് ഞാൻ ട്രയൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് ഈ ഹാൻഡ് വർക്ക് വരുന്ന ഫാബ്രിക്കിനെ കൊണ്ടുള്ള ഫ്രോക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വർക്ക് കുറച്ച് കുറവായിരുന്നു നമ്മൾ എടുക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ വരുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നൊരു വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ലെയറിലേക്ക് ഇതുപോലെ ഫ്ലവർ അറ്റാച്ച് ചെയ്തതിന് ശേഷം 1 പീസ് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ടിക് ടാക്ക് ഒന്നിതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം തെറ്റിപ്പോയല്ലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ ഫ്രോക്കൊക്കെ വീഡിയോസ് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരുപാട് ആൾ ഫോട്ടോസൊക്കെ ഇപ്പോൾ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ വന്നിട്ട് കമൻറ്റൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ സന്തോഷമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഇത് ഷെയർ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായിരിക്കും കൂടുതൽ നമുക്ക് നല്ലത്. ഇടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇതുപോലെ ബ്ലറായി പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, ഈ ഹെയർ ക്ലിപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിതിൽ ഹാൻഡ് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സൈഡിലും. പിന്നെ ലാസ്റ്റ് മാത്രമാണ് ഞാൻ B7000 യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ സെക്യൂർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസിൽ നമ്മൾ ഓഫർ സെയിൽ ചെയ്യുന്നുണ്ട് ഫ്രോക്കൊക്കെ. അപ്പം നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യാം നമ്മൾ സ്റ്റോറീസ്. നമ്മൾ ഓഫറിലൊക്കെ ഫ്രോക്കൊക്കെ സെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രോക്കിലേക്കാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ബോഡി പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് സ്ലീവ് പാറ്റേൺ. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേണേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഞാനിത് ഒരു കാഞ്ചി സിൽക്കിലാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഓണം സമയത്തായിട്ടും. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ബോഡി പാറ്റേണിലാണ് വന്നിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ഒരു എന്താ പറയുക, ഈ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എക്സ്ട്രാ മാർജിൻ ബാക്കിയെല്ലാ സ്ഥലത്തും നമ്മൾ ക്ലോസ് സ്റ്റിച്ചഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോഡിയിലാണ് എക്സ്ട്രാ മാർജിൻ കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ ക്ലോസ് ആക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം. അപ്പോൾ നമ്മൾ ബാക്കി സെറ്റ് ചെയ്യാൻ വെച്ച കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, ട്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നമ്മളെ ടിക് ടാക്കും കൂടി അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ആക്സസറീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.